നമസ്കാരം, ഞാൻ സുധീഷ്. നമ്മുടെ പല ക്ലയൻറ്റുകളും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്. നമ്മളുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലുമൊക്കെ ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവുന്ന ഒരു പ്രശ്നം. അത് അൺയൂഷ്വലായിട്ട്, അതായത് നമ്മൾ വിചാരിക്കും കൊതുക് കടിക്കണമെന്ന്, പക്ഷേ ചിലപ്പോൾ രാത്രി മുഴുവനും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കുത്തുന്ന പോലല്ല, സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഫീലിംഗ്. അതെന്താണ് എന്നുള്ളത്. അപ്പോൾ അത് ഒരു നെഗറ്റീവ് എനർജി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇത് പലർക്കും അനുഭവമുള്ള കാര്യമാണ്. ഈ ഒരു 2 ക്ലയൻറ്റുകൾ ഈ അടുത്ത കാലത്ത് ഇതുപോലെ എൻ്റെ അടുത്ത് പറയുണ്ടായി. ഭയങ്കര ഇച്ചിങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൊറിച്ചിലാണ് ശരീരം മുഴുവൻ. അതൊരു കാരണമില്ല, പ്രത്യേകിച്ചൊരു കാരണമില്ല. നമ്മൾ ഇതിൻ്റെ സോപ്പ് പൊടിയുടെ അലർജി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വല്ല മേത്ത് വീണായിരിക്കുന്നതായിരിക്കും. പക്ഷേ രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ ഒരു കുഴപ്പമില്ല, നമ്മൾ ബെഡിൽ കയറി കിടക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ചൊറിച്ചിൽ കൊടുക്കുന്നു. അങ്ങനെയാണ് മിക്കവരും പറയുന്നത്. അപ്പോൾ അതൊരു അൺവാണ്ടഡ് എനർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാക്കാണ്, എനർജി അറ്റാക്കാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ജസ്റ്റ് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു സ്മഡ്ജിങ് ചെയ്യുക റൂമിനകത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഹീലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഉപ്പ് പറ്റിയിട്ട് നിങ്ങളൊന്ന് മേലൊന്ന് കഴുകുക ചൂടുവെള്ളത്തിൽ. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതപ്പോൾ മാറിപ്പോകും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ്, നമ്മുടെ ഈ കണ്ണിൻ്റെ താഴേൽ ഭാഗത്ത് ഇങ്ങനെ കറുപ്പ് രാശി വരുന്നത്, അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തോ ഒരു കെമിക്കലൈസേഷൻ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എനർജിയുടെ അറ്റാക്ക് നിങ്ങൾക്ക് ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കവിളിൻ്റെ ഭാഗത്തേക്ക് സ്പ്രെഡ് ആവും. 2 കവിളിൽ കറുത്ത കളറിൽ ഇങ്ങനെ ഒരു കളറേഷൻ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ നെറ്റിയുടെ ഭാഗത്തും ചിലക്ക് കാണാറുണ്ട്. അതും ഇതിൻ്റെ തന്നെ ഒരു സൂചനയാണ്. അത് നോർമലി നമ്മൾ വിചാരിക്കുമ്പോൾ സ്കിൻ ഡിസീസ് ആണെന്ന് വിചാരിക്കും, പക്ഷേ അത് എനർജിയിലെ ലെവലിലുള്ള ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് എനർജി ക്ലിയർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറിപ്പോകുന്നതും കാണാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത്തരം ഒരു ടോപ്പിക്ക്. അപ്പോൾ അതിന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റ് ഇത് ഈ ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നന്ദി, നമസ്കാരം.